ഹലോ ഗൈസ്, വെൽക്കം ടു സ്പെക്ടർ മോട്ടോ വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു യൂസ്ഡ് ബൈക്ക് വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആണ്. സോ ഞാൻ ഈ ഒരു യൂസ്ഡ് ബൈക്ക് എടുത്തതാണ്. 2019 വാങ്ങിയതാണ്. എനിക്ക് ആ ടൈമിൽ ബൈക്കിനെ കുറിച്ചൊരു ABCD പോലും അറിഞ്ഞുകൂടാതെ പോയി വാങ്ങിയൊരു ബൈക്കാണ്. ഒരുപാട് പണികളും കിട്ടിയിട്ടുണ്ട്. ഈ ബൈക്കിൽ തന്നെ ഓൾമോസ്റ്റ് പണി കിട്ടി ബൈക്കിൻ്റെ എല്ലാ പണികളും ചെയ്ത് പഠിച്ചായിരുന്നു. പിന്നെ ഇപ്പോൾ വണ്ടി പെർഫെക്റ്റാണ്. എൻജിൻ റീബിൽഡ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വണ്ടി എപ്പോഴും എടുക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ മാർക്കറ്റിൽ കുറേ അതർ സ്റ്റേറ്റ് വണ്ടികൾ അവൈലബിൾ ആയിട്ടുണ്ട്. MH രജിസ്ട്രേഷൻ, നമ്മളുടെ TN രജിസ്ട്രേഷൻ, KA രജിസ്ട്രേഷൻ, കുറേ ബൈക്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ കൊണ്ടുവന്നിട്ട് സെല്ലേഴ്സ് വിൽക്കുകയാണ് ചെയ്യുന്നത്. സോ അതിലൊക്കെ കുറേ പണികൾ വരാനും ചാൻസ് ഉണ്ട്. മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വണ്ടിയുടെ ഓണറിനെ കുറിച്ച് യാതൊരു ഡീറ്റെയിൽസും അറിയത്തില്ലായിരിക്കും. അങ്ങനത്തെ ഒരു ബൈക്ക് എടുക്കുന്നത് ഞാൻ പ്രിഫർ ചെയ്യുന്നത്, ഒന്നീ നിങ്ങൾക്ക് ആ ഒരു ഓണറിനെ പേഴ്സണലായിട്ട് അറിയണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ ഒരു ബൈക്ക് എടുക്കാനായിട്ട് പ്രിഫർ ചെയ്യത്തുള്ളൂ. അല്ലാത്തപ്പോൾ ഞാൻ കുറേ ബൈക്സിൽ ഇങ്ങനെ എൻജിൻ പണിയൊക്കെ ആവുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. വണ്ടിയൊക്കെ പോയി എടുത്ത് ഭയങ്കര കാര്യത്തിലൊക്കെ കൊണ്ടുവന്നിട്ട് 30,000-40,000 ഒക്കെ കൊടുത്ത് എൻജിൻ റീബിൽഡ് ചെയ്യുന്നതൊന്നും അത്ര നല്ല കാര്യമല്ല. വീട്ടിൽ തന്നെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. വീട്ടുകാർ തന്നെ ചോദിക്കും, നീ എന്തിനാണ് ഇത്രയും പൈസ കൊടുത്ത് വണ്ടി എടുത്തിട്ട് പിന്നെയും 40,000-50,000 വണ്ടിക്ക് ചിലവാക്കുന്നതെന്നൊക്കെ അവർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ അതർ സ്റ്റേറ്റ് വണ്ടികൾ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാം, ഓണറിനെ പേഴ്സണലായിട്ട് അറിയാം. പിന്നെ വണ്ടിയുടെ NOC കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് തരികയാണെങ്കിൽ മാത്രം എടുക്കുക. അല്ലാതെ ജസ്റ്റ് അവർ വണ്ടിയുടെ പേപ്പേഴ്സ് എല്ലാം ക്ലിയറാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ചെന്ന് എടുക്കാൻ നിൽക്കില്ല. അതിൽ ലോണോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ NOC ഇല്ലാതെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് KL രജിസ്ട്രേഷൻ ആക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും. സോ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ വണ്ടിയുടെ ഓണർഷിപ്പ് ഒരു 2 ഓണറിൽ കൂടുതൽ പോകാനായിട്ട് ഞാൻ പ്രിഫർ ചെയ്യത്തില്ല. ഒരു 2 ഓണേഴ്സിലൊക്കെ കൂടുതൽ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 3-4 ഓണേഴ്സൊക്കെ ഉള്ള വണ്ടിയായിരുന്നു എങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാവരും നിങ്ങളെപ്പോലെ വണ്ടി സൂക്ഷിക്കണമെന്നില്ല. ഇപ്പോൾ പല രീതിക്ക് വണ്ടി, പലരുടെയും റൈഡിങ് സ്റ്റൈൽ പല രീതിക്കായിരിക്കും. പയ്യെ ഓടിക്കുന്നവർ കാണും, സ്പീഡിന് ഓടിക്കുന്നവർ കാണും, റാഷായിട്ട് ഓടിക്കുന്നവർ കാണും. സോ ഞാനൊരിക്കലും ഒരു 2-ൽ കൂടുതൽ ഓണേഴ്സ് പോയ ഒരു വണ്ടി പ്രിഫർ ചെയ്യത്തില്ല. ചിലപ്പോഴൊക്കെ ഫാമിലിയുടെ അകത്ത് തന്നെയൊക്കെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത വണ്ടികളൊക്കെ കാണും. എന്നാലും ഇത് തന്നെ സെയിം കേസ് തന്നെയാണ് വരുന്നത്. പിന്നെ നമ്മൾ വണ്ടി നോക്കാൻ പോകുമ്പോഴത്തേക്ക് എപ്പോഴും വണ്ടിയുടെ നമ്പർ വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. എല്ലാം ചെക്ക് ചെയ്യണം. വണ്ടിക്ക് എന്തെങ്കിലും ഫൈൻ ഉണ്ടോ, ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരിവാഹൻ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളുടെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലും OLXിലൊക്കെ ഇപ്പോൾ കുറേ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ യൂസ്ഡ് ബൈക്കൊക്കെ 50,000 രൂപ നിങ്ങൾ അഡ്വാൻസ് ചെയ്യുകയാണെങ്കിലോ അല്ലാതെ 5,000 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി നിങ്ങൾക്ക് അതർ സ്റ്റേറ്റ് വണ്ടിയാണ്, ഇവിടെ കേരളത്തിലുള്ളതാണ്, അവർ വേറെ സ്റ്റേറ്റിൽ കൊണ്ടുപോയതാണ്, അത് ഇവിടെ ഡെലിവറി ചെയ്യാനായിട്ട് 5,000 രൂപ വേണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറേ പേര് ഈ ഫേസ്ബുക്കിലൊക്കെ ആഡ് ഇട്ടിട്ടൊക്കെ ആൾക്കാരിൽ നിന്ന് പൈസ പറ്റിക്കുന്നുണ്ട്. അതിലൊന്നും മാക്സിമം ചെന്ന് ചാടാൻ നോക്കാതിരിക്കുക. അവർ തരുന്ന ID പ്രൂഫ് എല്ലാം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ജെനുവൻ ആണെന്നേ തോന്നത്തുള്ളൂ. സോ അതൊന്നും മെയിനായിട്ട് നോട്ട് ചെയ്യുക. നിങ്ങൾ പോയി വണ്ടി കണ്ട് വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങൾ പേഴ്സണലായിട്ട് പോയി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് എന്തെങ്കിലും ടോക്കൺ കൊടുക്കണമെങ്കിൽ കൊടുക്കുക. വണ്ടിക്ക് ഓണറിൻ്റെ RCയോ ഓണറിൻ്റെ ആധാർ, പാൻ കാർഡ് അങ്ങനത്തെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ, അവരുടെ അഡ്രസ്സ് ഉള്ള ഒരു ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി എടുക്കാൻ പറ്റും, അഡ്വാൻസ് കൊടുത്തിടാൻ പറ്റും. ഇപ്പോൾ പലരും ഇപ്പോൾ വണ്ടി നമുക്കിപ്പോൾ വേറെ എൻക്വയറിയൊക്കെ വരുന്നുണ്ട്, ചിലപ്പോൾ കൊടുക്കേണ്ടി വരും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ വേണമെങ്കിൽ അവർ ഈ ആധാറും ഒന്നും ഇല്ലാതെയൊക്കെ അഡ്വാൻസ് ചോദിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ വണ്ടി വേണ്ടെന്ന് വെച്ചാൽ മതി. നിങ്ങൾക്ക് പിന്നെയും വണ്ടികൾ വേറെ കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ അപ്പോൾ നമുക്ക് മെയിൻ പോയിൻറ്റിലേക്ക് കിടക്കാം. നമ്മൾ ഒരു വണ്ടി എപ്പോഴും നോക്കുമ്പോഴത്തേക്കും വണ്ടിയുടെ ഓണറിൻ്റെ അടുത്ത് RC ആൻഡ് ഇൻഷുറൻസ് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, ഇത് 3 ഉണ്ടായിരിക്കണം. നിങ്ങൾ പിന്നെ വണ്ടി കൊണ്ടുവരുമ്പോൾ ചെക്ക് ചെയ്യേണ്ടത് ആദ്യം തന്നെ RC വെച്ചിട്ട് എൻജിൻ നമ്പറും ചെക്ക് ചെയ്യണം. നമ്മളുടെ ഷാസിയുടെ നമ്പർ ഇവിടെ ആയിട്ട് കാണാൻ പറ്റും, അതും ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളിപ്പോൾ എൻജിൻ നമ്പർ എവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും. അല്ലെങ്കിൽ എൻജിൻ്റെ സൈഡിലായിട്ട് ആ നമ്പർ വരുന്നത്. ഞാനിപ്പോൾ റോയൽ എൻഫീൽഡിലൊക്കെ കണ്ടിട്ടുള്ള ഈ ഒരു സൈഡിലായിട്ടാണ് എൻജിൻ നമ്പർ വരുന്നതെന്നാണ്. കാരണം വണ്ടിയുടെ ഓണർ ഷാസിയൊക്കെ മാറിയിട്ട് അത് RCയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വേറെ ഇഷ്യൂസൊക്കെ വരാം. നിങ്ങൾ ടെസ്റ്റിന് പോകുമ്പോഴോ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാൻ പോകുമ്പോഴൊക്കെ പിന്നീട് വേറെ ഇഷ്യൂസൊക്കെ വരും. സോ അതെപ്പോഴും ഒന്ന് നോട്ട് ചെയ്യുക. ഇതാണ് മെയിൻ പോയിൻറ്റ്. പിന്നെ രണ്ടാമത്തെ പോയിൻ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വണ്ടിയുടെ ഓവറോൾ ലുക്സ് വെച്ചിട്ട്, ഫോട്ടോ കണ്ടിട്ടുള്ള ലുക്കല്ല, നിങ്ങൾ വന്നിട്ട് കാണുമ്പോഴത്തേക്കുള്ളൊരു ലുക്കാണ് മെയിൻ.
ഇപ്പോൾ വന്ന് നോക്കുമ്പോഴത്തേക്കും വണ്ടിയിൽ എന്തെങ്കിലും സ്ക്രാച്ച് ഉണ്ടോയെന്നോ കിറ്റിൽ എന്തെങ്കിലും വൈബ്രേഷൻ ഉണ്ടോയെന്നോ നിങ്ങൾ പിടിച്ചൊക്കെ നോക്കാം കേട്ടോ. ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് പിടിച്ച് നോക്കിയിട്ട് കിറ്റിന് എന്തെങ്കിലും വൈബ്രേഷൻ ഉണ്ടോ, പിന്നെ കിറ്റിൻ്റെ ക്ലിപ്പ് എന്തെങ്കിലും പൊട്ടിപ്പോയിട്ടുണ്ടോ, പിന്നെ സ്ക്രാച്ചസ് ടാങ്കിലൊക്കെ എന്തെങ്കിലും ഡെൻറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. സോ അതൊക്കെ വെച്ചിട്ട് നമുക്ക് വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക് ബേസിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ തുരുമ്പൊക്കെ ഉള്ള ഒരു വണ്ടിയാണെങ്കിൽ ഇപ്പോൾ ഓവറായിട്ട് തുരുമ്പൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. എങ്കിൽ ഫ്ലഡഡ് വണ്ടി ആവാനായിട്ട് ചാൻസ് ഉണ്ട്. മെയിനായിട്ട് വണ്ടി ചരിഞ്ഞ് വീണിട്ടുണ്ടോ ഇല്ലയെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നീ ക്രാഷ് കാർഡ് ചെക്ക് ചെയ്യാം. ഈ വണ്ടിയിൽ ഇപ്പോൾ ക്രാഷ് കാർഡ് ഇല്ല കേട്ടോ. ഇതിൻ്റെ നേരത്തെ ഓണർ ഈ ഒരു ബോൾട്ട് വെൽഡ് ചെയ്ത് വെച്ച് കളഞ്ഞുകൊണ്ട് എനിക്ക് ക്രാഷ് കാർഡ് വിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്, അതുകൊണ്ടാണ് ഇല്ലാത്തത്. മെയിനായിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ബാറിലോ ടീ സ്റ്റമ്പിലോ എന്തെങ്കിലും ബെൻഡ് ഉണ്ടോ എന്ന് നോക്കാം. അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും വണ്ടി എടുക്കാൻ പോകുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു ഡ്യൂക്ക് 250 ആണ് നോക്കാൻ പോകുന്നതെങ്കിൽ ഒരു സെയിം മോഡൽ ഡ്യൂക്ക് 250 തന്നെ നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോഴത്തേക്കും നിങ്ങൾ ആ ഒരു ബൈക്ക് ഓടിച്ച് പോകുമ്പോഴത്തേക്കും നിങ്ങൾ എടുക്കാൻ ചെല്ലുന്ന ബൈക്ക് ഏത് കണ്ടീഷനിലാണ് ഉള്ളതെന്ന് മറ്റേ ബൈക്കിൽ കയറുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഐഡിയ കിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടുപോകുന്ന ബൈക്ക് അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം. സോ ഞാനിപ്പോൾ ഒരു ഡ്യൂക്ക് 250 നോക്കുന്നെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ ഒരു ഡ്യൂക്ക് 250 ഉണ്ടെങ്കിൽ ഞാൻ അതിലായിരിക്കും പോകുന്നത്. സോ അത് ഓടിച്ചിട്ട് പിന്നെ ഈ ഒരു ബൈക്കിൽ കയറുമ്പോഴത്തേക്കും എനിക്ക് ഇതിൽ എന്തെങ്കിലും ഹാൻഡിൽ ബാർ ബെൻഡോ അങ്ങനെ എന്തെങ്കിലും ഷാസി ബെൻഡോ ടീ സ്റ്റമ്പ് ബെൻഡാണോ എൻജിൻ സൗണ്ടിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ അതെല്ലാം എനിക്കറിയാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോയ് വീൽസ് വരുന്ന ബൈക്കാണെങ്കിൽ അലോയിലൊക്കെ ബെൻഡ് ഉണ്ടോ എന്ന് നോക്കണം. കാരണം ബെൻഡൊക്കെ ഉണ്ടെങ്കിൽ പിന്നീട് എയർ ലീക്ക് വരാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ചെക്ക് ചെയ്യാമെന്ന് നിങ്ങൾക്ക് ടയറിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യാം. ഇപ്പം മിക്കവരും ഞാൻ കണ്ടിട്ടുള്ളത് ഓയിലെക്സിലൊക്കെ ഈ അപ്സൈസ് ചെയ്ത ടയറൊക്കെ എടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. ട്രാക്ക് യൂസ്ഡ് ടയറൊക്കെ 3000-4000 രൂപയ്ക്കൊക്കെ പെയർ ടയർ കിട്ടും. ഇവർ എന്നിട്ട് 100% ത്രെഡുള്ള ടയറൊക്കെ പക്കയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കും. ഞാൻ മാക്സിമം അപ്സൈസ് ചെയ്ത ടയർ ഇടാനായിട്ട് പ്രോത്സാഹിപ്പിക്കാറില്ല. കാരണം നിങ്ങൾക്ക് മൈലേജ് ലോസ്, വണ്ടിയുടെ പെർഫോമൻസ് ലോസ് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ ഇലക്ട്രോണിക്സ് എല്ലാം ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഫ്യൂവൽ പമ്പിൽ നിങ്ങൾക്കിപ്പോൾ ഒരു സൗണ്ട് കേൾക്കാം. ഈ ഒരു സൗണ്ടിൽ എന്തെങ്കിലും ഇഷ്യൂ വരുന്നുണ്ടോ എന്ന് നോക്കണം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഈ ഒരു ടിറെന്ന് പറഞ്ഞിട്ടുള്ളൊരു സൗണ്ടിൽ തന്നെ നിൽക്കണം, അല്ലാതെ വേറെ അബ്നോർമലായിട്ടുള്ളൊരു സൗണ്ടിൽ വരാൻ പാടില്ല. അത് ലോ ഫ്യൂവലൊക്കെ കുറേ നാളിട്ട് ഓടിയ വണ്ടികളാണെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. ഫ്യൂവൽ പമ്പ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഫ്യൂവൽ പമ്പ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഓടിക്കുന്ന ടൈമിൽ ഒരു പെട്രോൾ കുറവാണെങ്കിൽ ചെറിയൊരു മിസ്സിങ് കാണിക്കാം. പെട്രോൾ നിങ്ങൾ അടിച്ചിട്ടും ചെക്ക് ചെയ്യുകയാണെങ്കിൽ മിസ്സിങ് ഉണ്ടെങ്കിൽ അത് ഫ്യൂവൽ പമ്പിൻ്റെ ഇഷ്യൂ ആയിരിക്കും. ഫ്യൂവൽ പമ്പൊക്കെ മാറുന്നെങ്കിൽ ഏകദേശം ഒരു 4000 to 6000 റേഞ്ചൊക്കെ. പിന്നെ ഈ KTM ബൈക്സിന് ഒരു 6000 റേഞ്ചൊക്കെയാണ് വരുന്നത്. ബാക്കിയുള്ള ബൈക്സിൻ്റെ കാര്യം എനിക്കറിയത്തില്ല. പിന്നെ മെയിനായിട്ട് പിന്നെ ചെക്ക് ചെയ്യേണ്ടത് നമ്മളുടെ ഈ സ്വിച്ചസാണ്. നമ്മളുടെ പാസ് ലൈറ്റിൻ്റെ സ്വിച്ച്, ഡിമ്മ് ബ്രൈറ്റ്, ഇൻഡിക്കേറ്റർ, ഹോണ്, നമ്മളുടെ കിൽ സ്വിച്ച്, സ്റ്റാർട്ട് സ്വിച്ച്, ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. ഈ ഇൻഡിക്കേറ്ററൊക്കെ നോക്കുമ്പോഴത്തേക്കും ചെക്ക് ചെയ്യേണ്ടത് മെയിനായിട്ട് ഇൻഡിക്കേറ്റർ പൊട്ടലുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ ഈ ഒരു ബൈക്ക് എടുത്തപ്പോൾ ബാക്ക് ഇൻഡിക്കേറ്ററൊക്കെ പൊട്ടിയത് അവർ MCയിലൊക്കെ ഇട്ട് ഒട്ടിച്ചതായിരുന്നു. ഈ ബൈക്കിൽ ഇപ്പോഴും ഇൻഡിക്കേറ്റർ പൊട്ടിയിരിപ്പുണ്ട് കേട്ടോ. ഈ ഒരു ടൈൽ വെച്ച് കഴിഞ്ഞാൽ നടന്നു പോകുമ്പോഴൊക്കെ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ പൊട്ടും. സോ ഇൻഡിക്കേറ്ററിന് ഷോറൂമിനൊക്കെ ഒരു റേറ്റ് വരുന്നത് ഒരു 600 റുപ്പീസിനകത്തൊക്കെയാണ് റീപ്ലേസ്മെൻറ്റും കൂടെ ചേർത്ത് വരുന്നതെന്നാണ് തോന്നുന്നത്. പിന്നെ ഈ ടെയിൽ ലാമ്പിലൊക്കെ എന്തെങ്കിലും വെള്ളം ഇറങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ. ഈ ടെയിൽ ലാമ്പ് എനിക്ക് എടുത്തപ്പോഴത്തേക്ക് ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വെയിറ്റ് ഇരുന്നിട്ട് ടെയിൽ ലാമ്പ് പൊട്ടി ഇതിൻ്റെ അകത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ഇഷ്യൂ വന്ന്. പിന്നെ നോക്കേണ്ടത് ഹെഡ് ലൈറ്റിൽ എന്തെങ്കിലും ക്രാക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ 390 ഹെഡ് ലൈറ്റ് വാങ്ങിയതിന് ശേഷം വെച്ചതാണ്. പിന്നെ നിങ്ങൾക്ക് മെയിനായിട്ട് നിങ്ങൾക്കിപ്പോൾ ഈ മീറ്ററിൽ വരുന്ന വാർണിംഗ് ലൈറ്റ്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം, നല്ലതായിരിക്കും. ഇതിപ്പോൾ ലോ ഫ്യൂവൽ ആയതുകൊണ്ടും ഈ വാർണിംഗ് ലൈറ്റ് കത്തി കാണിച്ചുകൊണ്ടിരിക്കണം. എൻജിൻ ലൈറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ABS ഉള്ള ബൈക്സ് ആണെങ്കിൽ ABSൻ്റെ ലൈറ്റ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ABSൻ്റെ ലൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കത്തി കിടക്കുകയാണെങ്കിൽ ABS പോയെന്നാണ് അതിൻ്റെ മീനിങ്. ABS ഒക്കെ പോയ വണ്ടിയാണെങ്കിൽ ഒരു 30,000 രൂപ ആ റേഞ്ചിലൊക്കെ ABSൻ്റെ മോഡ്യൂൾ ശരിയാക്കാനായിട്ട് വരും കേട്ടോ, റീപ്ലേസ് ചെയ്യാനായിട്ട്. അത് ശരിയാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ ഈ ഒരു ബൈക്ക് നോൺ ABSാണ്. പിന്നെ നിങ്ങൾക്ക് ABS വർക്കിംഗ് ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു പയ്യെ ഒന്ന് പോയിട്ട് ഒന്ന് ഹാർഡായിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ
വീല് ലോക്ക് ആവുന്നുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യുക. ഒരു 30-40 റേഞ്ചിലൊക്കെ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ബാക്ക് ബ്രേക്കും ചെക്ക് ചെയ്യുക, ഫ്രണ്ട് ബ്രേക്കും ചെക്ക് ചെയ്യുക. വീൽ ലോക്ക് ആവുന്നുണ്ടെങ്കിൽ ABS ഇഷ്യൂ ഉണ്ട്. വീൽ ലോക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ABS വർക്ക് ആവുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കിൽ എൻജിൻ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഓയിൽ ലീക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. എൻജിൻ്റെ ഹെഡിൻ്റെ ഇവിടെ നിന്നോ, ഹെഡിൻ്റെ ഇവിടെ വരുന്ന ബോൾട്ടിൻ്റെ സൈഡിൽ നിന്നോ. അത് ഈ ഹെഡിൻ്റെ ഇവിടെ നിന്നൊക്കെ ഓയിൽ ലീക്ക് ഞാൻ മെയിനായിട്ട് കണ്ടിട്ടുള്ള റോയൽ എൻഫീൽഡിൻ്റെ ബൈക്സിലാണ് കേട്ടോ. നമ്മുടെ ബുള്ളറ്റിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്നത് ഈ ഇവിടത്തെയൊക്കെ പാക്കിങ്ങിൻ്റെ സൈഡിൽ നിന്നൊക്കെ എന്തെങ്കിലും ഓയിൽ ലീക്ക് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ മെയിനായിട്ട് നോക്കേണ്ടത് എൻജിൻ്റെ അടിഭാഗത്താണ്. അടിഭാഗത്ത് ആ ഒരു സൈഡിൽ നിങ്ങളിപ്പോൾ നോക്കേണ്ട, അത് ചെയിൻ ലൂബ് ചെയ്തതിൻ്റെ ഒരു ഇതാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു സൈഡ് അടിഭാഗത്ത് എല്ലായിടത്തും നിങ്ങൾക്ക് എൻജിനിൽ ഓയിൽ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന് മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യണം. മെയിനായിട്ടും ബൈക്ക് രാത്രിയൊന്നും പോയി എടുക്കാതിരിക്കാൻ നോക്കുക. പകൽ പോയി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വണ്ടിയുടെ സർവീസ് ഹിസ്റ്ററിയൊക്കെ എടുത്ത് നോക്കാനൊക്കെ പറ്റും. വണ്ടി എന്തെങ്കിലും ആക്സിഡൻ്റ് ആയിട്ടുണ്ടോ, എപ്പോഴൊക്കെയാണ് സർവീസ് ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷോറൂമിൽ നല്ല കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ ഷോറൂമിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റും. പിന്നെ മിക്കതിലും ഈ മീറ്ററിൽ റീഡിങ് മാറ്റാൻ പറ്റും കേട്ടോ. ചിലപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഒരു ബൈക്ക് 70,000 ഒക്കെ കൂടുതൽ ഓടി, ചിലപ്പോൾ പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിതിൻ്റെ റീഡിങ് മാറ്റി ഒരു 20,000 ഒക്കെ ആക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്തൊരു ബൈക്കാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ECUയുടെ റീഡിങ് എടുക്കാം. ECUവിൻ്റെ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് എത്ര കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. അതിലിനി എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. പിന്നെ ചെക്ക് ചെയ്യേണ്ടത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും എഞ്ചിൻ്റെ സൈഡിൽ നിന്ന് അബ്നോർമലായിട്ടുള്ള സൗണ്ടോ, എന്തെങ്കിലും സ്മോക്ക് എക്സോസ്റ്റ് വഴി എന്തെങ്കിലും സ്മോക്ക് വൈറ്റോ ബ്ലൂവോ സ്മോക്ക് വരുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു, ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ ഒരു ബൈക്ക് കൊണ്ടുപോയാലും ഈ ഒരു ബൈക്കിൻ്റെ സൗണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഒരു ടിക് ടിക് സൗണ്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ ചിലപ്പോൾ വാൽവിൻ്റെ ഇഷ്യൂസ് ആയിരിക്കാം. ചിലപ്പോൾ നമ്മളുടെ എൻജിനിൽ നിന്ന് നല്ല സൗണ്ടൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ ക്രാങ്കിൻ്റെ സൗണ്ടൊക്കെ വരാൻ ചാൻസ് കാണും. പിന്നെ ടൈമിംഗ് ചെയിനിൻ്റെയൊക്കെ ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. ടൈമിംഗ് ചെയിന് ടെൻഷനറിൻ്റെയൊക്കെ ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. വൈറ്റ് സ്മോക്ക് എന്തെങ്കിലും വരികയാണെങ്കിൽ എൻജിൻ ഓയിൽ നമ്മളുടെ കമ്പഷൻ ചേമ്പറിൻ്റെ അകത്ത് കയറിയിട്ട് ഫ്യൂവൽ ബേണിങ്ങിൻ്റെ കൂടെ ഓയിലും കൂടെ ബേണായിട്ടാണ് സ്മോക്ക് വരുന്നത്. സോ നിങ്ങൾക്ക് അതൊക്കെ പിസ്റ്റൺ റിങ്സൊക്കെ വീക്ക് ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അങ്ങനെയൊക്കെ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻജിനൊക്കെ പണിയേണ്ടി വരും. സോ അത് മാക്സിമം ഒന്ന് നോക്കിയെടുക്കുക. പിന്നെ ഈ ഒരു സൈഡിലൊക്കെ ഓയിൽ ചെറുതായിട്ടൊക്കെ ലീക്ക് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതൊക്കെ ചെറിയ പണികളാണ്. പിന്നെ ഈ ഗിയർ ഷാഫ്റ്റിൻ്റെ ഇവിടെ നിന്നും ചെറിയൊരു ഓയിൽ ലീക്കൊക്കെ വരാം. സോ ടാങ്കിൻ്റെ അത് റെസ്റ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും. പിന്നെ കാർബറേറ്റർ ക്ലീൻ ചെയ്യണം. കാർബറേറ്റർ വണ്ടി എന്തെങ്കിലും കാർബറേറ്റർ ബൈക്സ് ആണെങ്കിൽ മിസ്സിങ് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. മിസ്സിങ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാർബറേറ്റർ ക്ലീൻ ചെയ്താൽ മാറുമായിരിക്കും. ചിലപ്പോൾ കാർബറേറ്റർ ഇഷ്യൂ ഉള്ള ബൈക്കാണെങ്കിൽ 14,000 രൂപയൊക്കെ ആകും കേട്ടോ കാർബറേറ്റർ ബൈക്സൊക്കെ. പിന്നെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോർക്ക് ഓയിൽ ലീക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നാണ്, ബാക്ക് സസ്പെൻഷൻ ഓക്കെ ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഫോർക്ക് ഓയിൽ ലീക്കൊക്കെ നിങ്ങൾ വണ്ടി ഒന്ന് കുറച്ച് ഓടിച്ച് നോക്കുമ്പോഴത്തേക്ക് തന്നെ ചെറിയ കുഴികളിലൊക്കെ ചാടുമ്പോഴത്തേക്ക് ഓയിൽ ലീക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ബ്രേക്ക് പാഡ് ചെക്ക് ചെയ്യണം കേട്ടോ. ബ്രേക്ക് പാഡ് ചെക്ക് ചെയ്യേണ്ടതൊക്കെ എങ്ങനെയാണെന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ബ്രേക്ക് പാഡിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം മെക്കാനിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയാമെന്നുള്ളൊരു ഫ്രണ്ടിനെയൊക്കെ വിളിച്ചുകൊണ്ട് പോയി എളുപ്പമായിരിക്കും ബ്രേക്ക് പാഡിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്യാനായിട്ടൊക്കെ. അപ്പോൾ ബ്രേക്ക് പാഡൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഹിമാലയനും നമ്മളുടെ ഡ്യൂക്ക് 390 അങ്ങനത്തെ ബൈക്കുകളിലൊക്കെ 3,000 to 4,000 റേഞ്ചൊക്കെ, ഒരു 3,000 റേഞ്ചൊക്കെ ബ്രേക്ക് പാഡിൻ്റെ കോസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. സോ അത് ബ്രേക്ക് പാഡ് കഴിഞ്ഞതാണെങ്കിൽ നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ അതിന് തന്നെ നല്ലൊരു എക്സ്പെൻസ് ആവും. എനിക്ക് മെയിനായിട്ട് വന്ന കുറച്ച് പണികളാണ്. ഒന്ന് ടെയിൽ ലാമ്പിൽ വെള്ളം ഇറങ്ങിയതും ഇൻഡിക്കേറ്റർ പോയതും, പിന്നെ റേഡിയേറ്റർ ഫാൻ വർക്ക് ആവുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. കൂളൻറ്റിൻ്റെ ലെവൽ എപ്പോഴും ഒന്ന് ചെക്ക്, കൂളൻ ലെവലും എൻജിൻ ഓയിൽ ലെവലും ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഈ എൻജിൻ ഓയിലിൻ്റെ കളറിൽ എന്തെങ്കിലും ക്രീമി കളറൊക്കെ, ഇതൊക്കെ മെയിനായിട്ട് ലിക്വിഡ് കൂൾഡ് ബൈക്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ കൂളൻറ്റിൻ്റെ മിക്സിങ് വരുമ്പോഴത്തേക്കും ഈ എൻജിൻ ഓയിലിൻ്റെ കളറ് മാറും, ഒരു ക്രീമി കളറായിട്ട് നിൽക്കും. സോ അങ്ങനെ ഓയിലിൻ്റെ കളറിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അത് എൻജിൻ ഓയിൽ കൂളൻറ്റ് മിക്സ് ആയതാണ്. അത് ക്ലിയർ ചെയ്യാനായിട്ട് ഒരു 7,000 to 8,000 റേഞ്ച് വരെ ആവാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് നൂത്തി വെച്ചിട്ട് ഓയിലിൻ്റെ കളറൊക്കെ ഒന്ന് നോക്കിയാൽ മതി.
പിന്നെ റേഡിയേറ്റർ ഫാൻ വർക്ക് ആവുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അത് നിങ്ങൾ പയ്യൊക്കെ ഓടിച്ച് നോക്കുമ്പോഴത്തേക്കും റേഡിയേറ്റർ ഫാൻ വർക്കാവും. അത് വർക്കായിട്ടില്ല എങ്കിൽ ആ ഒരു റേഡിയേറ്റർ ഫാൻ പോയതാണ്. റേഡിയേറ്റർ ഫാനൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് തന്നെ മാറിയത് 2400 റേഞ്ച് എന്തോ ആയി. കൂളൻ്റ് എല്ലാം കൂടെ പുതിയത് ഫ്ലഷ് ചെയ്തിട്ട് പുതിയത് ഫില്ല് ചെയ്തതിന്. പിന്നെ വന്നത് ബാറ്ററിയുടെ ഇഷ്യൂ ആണ്. നിങ്ങൾക്കിപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു 3-4 പ്രാവശ്യമൊക്കെ അടിക്കുമ്പോഴാണ് വണ്ടി സ്റ്റാർട്ടാവുന്നതെങ്കിൽ ഒന്നാമത്തെ മെയിൻ കാര്യം ചെക്ക് ചെയ്യേണ്ടത് ബാറ്ററിയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റാർട്ടർ റിലേൻ്റെ ഇഷ്യൂ കൊണ്ട് വരാം, സ്റ്റാർട്ടർ മോട്ടറിൻ്റെ ഇഷ്യൂ കൊണ്ട് വരാം. സ്റ്റാർട്ടർ മോട്ടറൊക്കെ പോയി അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ബാറ്ററി ചെക്ക് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും അടുത്തുള്ള ഒരു ബാറ്ററി കടയിലോ ഒരു മൾട്ടിമീറ്റർ കൊണ്ടുപോയാലും നിങ്ങൾക്ക് ബാറ്ററി വോൾട്ടേജൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് സിമ്പിളാണ്, ബാറ്ററി ചെക്ക് ചെയ്യുന്നത് സിമ്പിളാണ്. അതിൻ്റെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം വണ്ടിയുടെ ഈ ഒരു ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. വണ്ടിയുടെ ചെയിനിൽ എന്തെങ്കിലും കയറ്റവും ഇറക്കമൊക്കെ ഉണ്ടാകുന്നൊക്കെ ഒന്ന് സ്ലാക്ക് വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. കയറ്റവും ഇറക്കമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് ടൈറ്റ് ആയിട്ടിരിക്കും, അടുത്ത സൈഡ് ലൂസായിട്ടിരിക്കും. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ സ്പ്രോക്കറ്റ് മാറേണ്ടി വരും. ഈ ഒരു ബൈക്കിൻ്റെ സ്പ്രോക്കറ്റിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 3000 to 4000 റുപ്പീസ് വരെയൊക്കെ പോവാം. പിന്നെ മിക്ക പേർക്കും ഞാൻ പണി കിട്ടുന്ന കണ്ടിട്ടുള്ളത് ഒരു യൂസ്ഡ് ബൈക്ക് വാങ്ങുമ്പോഴത്തേക്കും ഈ ഒരു സൈഡ് ആരും നോക്കാറില്ല. ഇവിടെ ഒരു ചെറിയൊരു സ്പ്രോക്കറ്റ് വരും. ഈ ഒരു സ്പ്രോക്കറ്റ് വെൽഡ് ചെയ്തിട്ടൊക്കെ വെച്ചേക്കും. അപ്പോൾ അത് ഔട്ട്പുട്ട് ഷാഫ്റ്റ് തേഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവിടെ വെൽഡ് ചെയ്ത് വെക്കുന്നതാണ്. അങ്ങനെയൊക്കെ വെൽഡ് ചെയ്ത് വെച്ചേക്കുന്ന വണ്ടി മിക്കവരും നോക്കി എടുക്കാറില്ല ആ ഒരു പോർഷൻ. നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ ഒരു LNG ബോൾട്ട്, ഇവിടെ ഒരു 8-ൻ്റെ ബോൾട്ടും കാണാം. ഈ 8-ൻ്റെ ബോൾട്ട് ഇളകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആ ഒരു ഏരിയ നോക്കാൻ പറ്റും വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ. കാരണം അത് വെൽഡ് ചെയ്ത് വെച്ച വണ്ടികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, മിക്കവരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇടുന്ന കണ്ടിട്ടുണ്ട്. എൻ്റെ ഈ ഒരു വണ്ടിയിൽ ഞാനിപ്പോൾ ആ ഒരു ചെറിയ സംഭവം പണി എന്നതിന് തന്നെ ഞാൻ ഒരു 28,000 റേഞ്ചിലൊക്കെ എൻജിൻ റീബിൽഡിന് എനിക്ക് കോസ്റ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ വണ്ടി എടുത്തിട്ട് എപ്പോഴും നിങ്ങൾ ഫോർക്ക് ഓയിൽ ഒന്ന് ചേഞ്ച് ചെയ്യണം. പിന്നെ എൻജിൻ ഓയിലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുന്ന ബെറ്റർ ആയിരിക്കും കേട്ടോ. റീസെൻ്റായിട്ട് ഷോറൂമിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് നോക്കേണ്ട ആവശ്യമില്ല, ഓടുന്ന കുഴപ്പമില്ലായിരിക്കും. ബട്ട് നിങ്ങൾക്ക് ആ ഒരു വിശ്വാസക്കുറവുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ ഒരു വണ്ടി ഒരു ജനറൽ സർവീസും ചെയ്ത് ഫോർക്ക് ഓയിലിൻ്റെയൊക്കെ ഓയിൽ ചേഞ്ച്, കൂളൻ്റ് ഫ്ലഷ് ചെയ്തിട്ട് പുതിയത് ഫില്ല് ചെയ്യുന്ന ബെറ്ററാണ്. പിന്നെ ABS ഒക്കെ ഉള്ള ബൈക്സ് ആണെങ്കിൽ വർഷത്തിലൊരിക്കലൊക്കെ ഈ ബ്രേക്ക് ഫ്ലൂയിഡ് ബ്ലീഡ് ചെയ്ത് കളഞ്ഞിട്ട് പുതിയത് നമ്മൾ ഫില്ല് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ABS ഒക്കെ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങളൊന്ന് സ്പീഡിനൊക്കെ പോകുമ്പോൾ അധികം ഒരു 70-80 മുകളിലൊന്നും വണ്ടി പോകുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ക്ലച്ചിൻ്റെ ഇഷ്യൂ വരാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ഗിയർ ഷിഫ്റ്റൊക്കെ പ്രോപ്പറായിട്ട് തന്നെ നടക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ പുതിയ ഒരു യൂസ്ഡ് ബൈക്ക് എടുക്കാനായിട്ട് നിൽക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഞാനിതിൽ ആഡ് ചെയ്യാനായിട്ട് വിട്ടുപോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വന്ന് മെസ്സേജ് ഇടാം, ഞാൻ നോക്കിയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും.